അസ്സലാമു അലൈക്കും. എൻ്റെ ചെറുപ്പം തൊട്ടൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ മഹലിൽ നല്ലൊരു പള്ളി, അതുപോലെ തന്നെ മദ്രസ. എൻ്റെ കുട്ടിക്കാലത്ത് മദ്രസ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയിരുന്നില്ല, ചോർന്നൊലിച്ചിട്ട്. വേനൽക്കാലം വെയിൽ അടിക്കും, കാരണം കംപ്ലീറ്റ് ഓടും കാര്യങ്ങളൊക്കെ ഹോളായിരുന്നു. അത് മാത്രമല്ല പള്ളി ഏച്ചുകൂട്ടിയൊരു പള്ളിയായിരുന്നു. പണ്ടത്തെ കാരണന്മാരെല്ലാവരും കൂടി അന്നത്തെ അവർക്ക് കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് നമുക്കെല്ലാവർക്കും കൂടി പണിത് തോന്നുന്ന പള്ളിയായിരുന്നു. പക്ഷേ അത് വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം എനിക്ക് നിറവേറ്റാൻ വേണ്ടി എൻ്റെ അറബി എനിക്ക് സപ്പോർട്ടായിട്ട് വന്നത്. എൻ്റെ ആഗ്രഹം ഞാനിവിടെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ത്യാഗം ഇതിലുണ്ടായിരുന്നു. കാരണം നിലവിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന പള്ളിയാണ് ഞാൻ പൊളിച്ച് പണിയാൻ പോണത്. കാരണം ഈ അറബി സഹോദരൻ പൈസ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ ഒരുപാട് ആശയക്കുഴപ്പത്തിലായിരുന്നു. എനിക്ക് പഴയ കമ്മിറ്റിയുള്ള സൈദൽവിയാജി അടക്കം എല്ലാവരും വളരെ സപ്പോർട്ടായിട്ട് വന്നു. അതിൻ്റെ പേരിലാണ് എനിക്ക് ആ പള്ളിപ്പണി തുടങ്ങാൻ പറ്റിയത്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ എല്ലാ വർഷവും റംദാൻ്റെ കിറ്റ് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കണം. അതിന് എൻ്റെ കൂട്ടുകാർ എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ ചങ്കായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ കൊറോണയ്ക്ക് മുന്നേ വരെ റംദാനിന് മുസ്ലിം വീട് മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുത്തിരുന്നത്. കൊറോണയ്ക്ക് ശേഷം ഞങ്ങളത് നോക്കാറില്ല, എല്ലാ അർഹതപ്പെട്ട വീട്ടുകളും ഞങ്ങൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതിന് നല്ലൊരു പങ്ക് എൻ്റെ കൂട്ടുകാരാണ് മെയിനായിട്ട്. എല്ലാവരും അതിൽ ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ബിസിയുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ ചുമലിലേറ്റിയിട്ടും തലയിൽ വെച്ചുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എല്ലാ വീടുകളും എത്തിച്ചു കൊടുക്കുന്നത്. അത് ഈ മഹൽ നിവാസികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. അർഹതപ്പെട്ടവരെ വീട്ടിൽ ഞങ്ങൾ കുടുംബത്തെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതും എനിക്ക് ഈ മഹൽ കമ്മിറ്റി ഉള്ളതിൻ്റെ പേരിലാണ് എനിക്കത് ചെയ്തു കൊടുക്കാൻ തോന്നുന്നത്. കാരണം ഇവർ എപ്പോഴും നമുക്ക് സപ്പോർട്ടാണ്, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അത് സപ്പോർട്ടാണ്. അല്ലാണ്ട് നമ്മളിത് പള്ളിയുടെ സ്ഥാനമോഹങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഈ മഹൽ നിവാസി എന്നുള്ള നിലക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് എനിക്ക് നമ്മുടെ മഹൽ നിവാസികളോട് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ വെച്ചിട്ടുള്ള 21 പാനൽ ദീനിയായ പാനലാണ്, ദീനിയായിട്ട് ബന്ധമുള്ളവരാണ്. അവരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിജയിപ്പിക്കണം. നമ്മുടെ മഹലിന് വേണ്ടി, നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസകൾക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി അവരെ നിങ്ങൾ വിജയിപ്പിക്കണം. അത് നിങ്ങൾ ഒരിക്കലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. കാരണം ഇവർ ഈ പാനൽ തന്നെ വരികയാണെങ്കിൽ ഇനിയും നമ്മുടെ മഹലിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കിറ്റ് കൊടുക്കൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സഹായങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ നല്ലൊരു അറബി എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം. എത്ര കാലം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരുപാട് കണ്ടിന്യൂസ് പോകാൻ പറ്റും. അതിൻ്റെ പേരിൽ ദീനിയായ പേരിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങൾ വെച്ചിട്ടുള്ള പാനൽ നിങ്ങൾ ദീനിൻ്റെ പേരിൽ അവർ വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്.